പിന്നെ TRP പ്രോസസ്സ് സബിതയുടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ തുടങ്ങിയത് മാർച്ചിലാണ്. പിന്നെ TRP ഇവിടുത്തെ നമ്മളെ ഏജൻസീൻ്റെ സൈഡിൽ നിന്ന് എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം അത് യൂഷ്വലി എല്ലായ്പ്പോഴും ഉള്ളത് തന്നെയാന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാൻ പറ്റി. ഓൾമോസ്റ്റ് ഒരു 7 months ടൈം എടുത്തു. അപ്പോൾ ഇപ്പം ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസും പേരൻസും ശ്രദ്ധിക്കുക. സബിത എഴുതിയത് ഈ സെയിം എക്സാം ആയിരുന്നു, ഡുവലിംഗ ആയിരുന്നു. ഡുവലിംഗ അപ്പം ഡുവലിംഗ എക്സാം നിങ്ങൾ പാസ്സാവുക. IELTS ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഡുവലിംഗ മതി. പക്ഷെ അത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഗൈഡൻസ് പറയും, സ്ട്രിക്റ്റ് ആയിരിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഏജൻസിക്കാർ മോനെ വാ ചക്കരയെ മൊത്തേ വരൂ അത് ഇത് ചെയ്യാന്നൊക്കെ പറയും. ഞങ്ങളൊന്നും പറയാറില്ല. ഞങ്ങൾ ഡോക്യുമെന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഇന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് തരും, അതെങ്ങനെയാണ് അത് പഠിക്കാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നാച്ചുറലി സ്റ്റുഡൻസ് വിചാരിക്കും ചേട്ടാ എന്താ ഏർപ്പാട്, ബാക്കിയുള്ള ഏജൻസികൾ ഇങ്ങനൊന്നും അല്ലല്ലോ ഒന്ന്. ഇന്റർവ്യൂവിന്റെ കാര്യം പറയാൻ തന്നെ 3 ഇന്റർവ്യൂ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്റർവ്യൂ യൂഷ്വലി ഉള്ള പോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ കറക്റ്റായിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള നല്ല ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോൾ നോക്കിയാലും നമുക്ക് ട്രയലുണ്ട്. അപ്പം ട്രയലിലേക്ക് ക്രിസ്റ്റി മാമിനൊക്കെ പറയുകയാണെങ്കിൽ മാം നല്ല രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ സാൻഡ്ര നമ്മൾ അങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ട്രയലൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ്. പിന്നെ വലിയ പേടിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വലിയ ബുദ്ധിമുട്ടല്ല ഇൻ്റർവ്യൂ, പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് ആകും മൊത്തത്തിൽ. സോ മാം പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നല്ല, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. കറക്റ്റ് ചെയ്ത് പേപ്പേഴ്സ് ആയിക്കോട്ടെ, പഠിക്കുന്ന കാര്യം എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തുടക്കത്തിൽ മാം പറഞ്ഞ പോലെ ഇങ്ങനെ അല്ലല്ലോ ഏജൻസീസ് ഒക്കെ നമ്മളെ ഭയങ്കര സോപ്പിട്ടൊക്കെ നിൽക്കുന്നവരാണല്ലോ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ഇതാണ് ബെറ്റർ. അതാകുമ്പോൾ നമ്മളെല്ലാം കറക്റ്റ് ചെയ്യും. നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴുള്ള ഡോക്യുമെന്റേഷൻസും ചില കാര്യങ്ങളിലും നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നും. അപ്പൊ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാര്യം നമ്മള് അധ്യാപകർ ഞാൻ പഠിപ്പിക്കാൻ കൂടെ ചെയ്യുമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് സെൽഫ് കേപ്പബിൾ ആകണം. എനിക്ക് ഇവിടുത്തെ സിസ്റ്റം അറിയാം. നാട്ടിലിരിക്കുന്ന ഏജൻസീസിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ അവർക്കൊരു 100 സ്റ്റാഫ് കാണുമായിരിക്കും. ഈ സ്റ്റാഫുകളാണ് അവരോട് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം സത്യത്തിൽ അറിയത്തില്ല. അവരവരുടെ ഹയർ ടീം അടുത്ത ഹയർ ടീമിനോട്, അവരടുത്തതിനോട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി, അതിന് ഇടയ്ക്ക് വേറെ ആളുകളില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ളത് കറക്റ്റ് അവർ എന്നോട് പറയും, അത് ഞാൻ നിങ്ങളോട് പറയും. നമ്മൾ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഇപ്പം നാട്ടിലെ എല്ലാ ഏജൻസികളും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. അതിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കും. എങ്ങനെയാണ്, എന്താ സംഭവം, റാസ്മസ് എന്താണ് പ്രൊസീജിയർ, തന്നെയാണ് എത്ര മാസം എടുക്കും, TRP എങ്ങനെ ചെയ്യുന്നത് നാട്ടിലത്തെ ഏജൻസിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് പോലും അവരതിനകത്ത് മിസ്റ്റേക്കുകൾ എത്തും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ജെനുവനായിട്ട് പഠിക്കാനായിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. തുടക്കത്തിൽ വിചാരിക്കും നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, സോപ്പ് ഇടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുള്ളൂ. നിങ്ങളും എക്യുപ്പൈഡ് ആകണം, നിങ്ങളുടെ പേരൻസും എക്യുപ്പൈഡ് ആകണം. കാര്യം എന്നെ സംബന്ധിച്ച് ആസ് ആൻ അക്കാദമിഷ്യൻ എനിക്ക് നിങ്ങളുടെ വെൽബീയിങ് ആണ് വലുത്. അല്ലാതെ നമ്മൾ കുറേ ബിസിനസ് അങ്ങനെ ഇങ്ങനെയെന്നുള്ളതല്ല. നിങ്ങൾ സേഫായിരിക്കുക, സ്വസ്ഥമായിരിക്കുക, സമാധാനമായിരിക്കുക, പേരൻസ് സമാധാനം ഉണ്ടാവണം. 3-4 വർഷം മുമ്പ് വന്ന എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ആ കുട്ടികൾ ഇപ്പോഴും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാനിപ്പോൾ വന്നപ്പം ഞാനൊരു കുട്ടി വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി വന്നവന് വണ്ടിയുണ്ട്. അപ്പോൾ പോയി എന്തോ കെറ്റിലോ എന്തോ വാങ്ങിക്കാൻ പോയപ്പോൾ അവന് വാങ്ങിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. ഞങ്ങളതിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ആ റിലേഷൻഷിപ്പ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ നാട്ടിലിരിക്കുന്നവരെ പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ. അതായത് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാഡം അപ്പോയിൻമെൻ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പം ഞാനത് പബ്ലിക്കലി പറയുന്നില്ല. ഒരു കൊളാബറേഷൻ എടുത്തതിൻ്റെ ഒരു വിഷയം പറ്റി. അപ്പം എനിക്ക് പോലും ബുദ്ധിമുട്ടായിപ്പോയി. ഒരിടയ്ക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അത് എന്നിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്ത് ഞാൻ എൻ്റെ സ്റ്റാഫിനെ കമ്പയർ ചെയ്തു. എൻ്റെ സ്റ്റാഫുകൾ അവർ നല്ല രീതിയിൽ ഹൈലി ട്രെയിൻഡാണ്. നമുക്കൊരു ഇമെയിൽ വന്നു, ആ ഇമെയിലിന് 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരും. 1 മണിക്കൂറിന് സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാറുണ്ട്. അപ്പം അത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഇവിടുത്തെ സിസ്റ്റത്തിലാണ്. അതേ ട്രെയിനിങ് ആണ് എനിക്ക് അവർക്കും കൊടുക്കാൻ പറ്റുക.
അപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കേപ്പബിലിറ്റി ഉണ്ടല്ലോ, ആ കേപ്പബിലിറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത്, ആ എക്സ്പെർട്ടൈസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതും ആ രീതിയിലായിരിക്കും, നിങ്ങൾ കരിയർ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ആ രീതിയിലായിരിക്കും. അല്ലാതെ ഇവിടെ ബാക്കിയുള്ള പിള്ളേരെ കണ്ട് പഠിക്കാൻ നിൽക്കരുത് കേട്ടോ. കേട്ടോ മോനെ, പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെയും ഇത് പറയുന്നത്, എത്ര പറഞ്ഞു തന്നാലും പിള്ളേർ ട്രാക്ക് വിട്ട് പോകും, അത് പോകരുത്. അതിനുവേണ്ടിയാണ് പറയുന്നത്. പാർട്ട് ടൈമിൻ്റെ വഴിക്ക്. പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മുടെ സ്റ്റഡീസാണ്. കാര്യം ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ. ഇവിടെ നിന്ന് അധികം സമയം കളയാതെ എറാസ്മസ് സ്റ്റഡീസിന് പോവുക, ഇന്റേൺഷിപ്പിന് പോവുക, അതോടൊപ്പം തന്നെ സെമിനാർസ്, കോൺഫറൻസസ്, വെബിനാർസ്, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സർട്ടിഫിക്കറ്റുകൾ കളക്ട് ചെയ്യുക. കാര്യം കോഴ്സ് തീർന്നു കഴിഞ്ഞിട്ട് 1 വർഷമാണ് സ്റ്റേ ബാക്ക് കേട്ടോ. എല്ലാവരും ഓർക്കുക, 1 വർഷമാണ് സ്റ്റേ ബാക്ക്. അപ്പോൾ ഈ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും?